മുസ്ലിം സംവരണത്തിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യും എന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധമുയർന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മുസ്ലിം സംവരണത്തെ ന്യായീകരിക്കാനായിരുന്നു ശിവകുമാറിന്റെ വാക്കുകൾ. പ്രതിഷേധമുയർന്നതോടെ പ്രസ്താവന നിഷേധിച്ച് ഡി.കെ. ശിവകുമാർ രംഗത്തെത്തി. എന്നാൽ കോൺഗ്രസിന്റെ രഹസ്യ അജണ്ടയാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും കോൺഗ്രസും ഡി.കെ. ശിവകുമാറും മാപ്പ് പറയണമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. कांग्रेस पार्टी को डी.के. शिवकुमार को माफी मांगना चाहिए. इनका हिडन एजेंडा जो है उन्होंने वो बाहर कर दिया है. He has made it public. और कांग्रेस पार्टी अंबेडकर जी का जीवितावधि में डॉक्टर बाबा साहेब अंबेडकर जी का लाइफ टाइम में जीवितावधि में भयंकर इन लोगों ने अंबेडकर का डॉक्टर बाबा साहेब अंबेडकर जी का अपमान किया है. ജിഷ്ണു ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് ഈ വിഷയത്തിൽ ബി.ജെ.പിയുടെ നിലപാട്? വീണ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവനയിലൂടെ കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നതെന്നും കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളുമെല്ലാം തന്നെ ഭരണഘടനാ ശില്പികളെ, ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികളെ അപമാനിക്കുകയാണ് എന്നാണ് ബി.ജെ.പി. നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രതികരണം തീർത്തും ഭരണഘടനാ വിരുദ്ധവും ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ള മഹാത്മാക്കളെ അപമാനിക്കുന്നതിനും തുല്യമാണ് എന്നാണ് പ്രഹ്ലാദ് ജോഷി പ്രതികരിച്ചിട്ടുള്ളത്. കർണാടകയിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകുന്നതിന്, പ്രത്യേകിച്ച് മുസ്ലിമുകൾക്ക് സംവരണം നൽകുന്നതിന് ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിൽ സംസാരിക്കവേ വ്യക്തമാക്കിയത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം കർണാടകയിലും ഒപ്പം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുമെല്ലാം ഉയർന്ന സാഹചര്യത്തിൽ, അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ താൻ അങ്ങനെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ആഹ്വാനം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന പ്രതികരണം നടത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഡി.കെ. ശിവകുമാർ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പാണ്. കൃത്യമായി തന്നെ പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകുന്നതിന്, പ്രത്യേകിച്ച് മുസ്ലിമുകൾക്ക് സംവരണം നൽകുന്നതിന് ഭരണഘടനയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന പ്രതികരണമായിരുന്നു കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഡി.കെ. ശിവകുമാർ നടത്തിയിട്ടുള്ളത്. കൂടാതെ കർണാടകയിൽ ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും അടങ്ങുന്ന സർക്കാർ വളരെ കൃത്യമായി ഈ മുസ്ലിമുകൾക്ക് സംവരണം നൽകുന്നതിനും ഒപ്പം സർക്കാർ കരാറുകളിൽ 4% മുസ്ലിമുകൾക്ക് സംവരണം നൽകാം എന്നുള്ള പ്രഖ്യാപനം ബജറ്റിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്തതിന് പിറകെയാണ് മുസ്ലിമുകൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകണമെങ്കിൽ ഭരണഘടനയിൽ മാറ്റം വരുത്താമെന്ന പ്രസ്താവന ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിലവിൽ ബി.ജെ.പി. നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ബി.ആർ. അംബേദ്കർ ഉൾപ്പെടെ ഭരണഘടനാ ശില്പികളെ അപമാനിക്കുന്നതും ഭരണഘടനാ വിരുദ്ധവുമാണ് കോൺഗ്രസിന്റെ പ്രസ്താവന എന്നുള്ളതാണ്. കാരണം ബി.ആർ. അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഈ ഭരണഘടനാ രൂപീകരണ വേളയിലും അല്ലാതെയും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണത്തെ അതിശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചവരാണ്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. മുസ്ലിം സംവരണത്തിനായി ഭരണഘടന ഭേദഗതി ചെയ്യുമെന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മനം മാറ്റം.